കേരള സ്റ്റോറിയുടെ തുടർ കഥ രംഗത്തിറങ്ങി. തുടർ കഥ എന്ന് പറയുന്നതിനേക്കാൾ നുണക്കഥ രംഗത്തിറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ചില സിനിമകളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ബീഫെന്ന് പറയരുത്, പിന്നെ വേറെന്തോ പറയരുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാം തടസ്സപ്പെടുത്തുമ്പോൾ കേരളത്തെപ്പോലെ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്ന പേരിൽ കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലാകെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ രണ്ടാം പതിപ്പാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ കേരളത്തിൽ കാണുന്നത് എന്താ? നമ്മുടെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന നാനാജാതി മതസ്ഥരായ മനുഷ്യർ പരസ്പരം പങ്കെടുക്കുന്നു, ബീഫിൻ്റെ നല്ല സുന്ദരമായ ബിരിയാണി കഴിക്കുന്നു, അരിപ്പത്തിരിയും ബീഫ് കറിയും കഴിക്കുന്നു. പിന്നെ നോമ്പ് കാലമാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഈ നോമ്പ് തുറക്കുന്ന വിഭവങ്ങൾ പങ്കുവെക്കുന്നു. ഇഫ്താർ ചടങ്ങുകളിൽ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്നു. ഇതൊക്കെയാണ് നടക്കുന്നതെങ്കിലും സംഘപരിവാറിന് എത്ര വെട്ടിയിട്ടും വെട്ടേൽക്കാത്ത സ്ഥലങ്ങളിലൊന്നായി, ചുരുക്കം സ്ഥലങ്ങളിലൊന്നായി നിൽക്കുന്ന സ്ഥലമാണ് ഈ ബംഗാളും തമിഴ്നാടും കേരളവും ഒക്കെ. കേരളത്തിൽ വേറെ അമ്പലം പണിഞ്ഞൊന്നും വെട്ടുക സാധ്യമല്ല, വേറെന്തെങ്കിലും കഥകൾ പറഞ്ഞൊന്നും സാധ്യമാവുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആഞ്ഞാഞ്ഞ് വെട്ടി നെഞ്ച് പിളർക്കാൻ ശ്രമിക്കുകയാണ് ആരുടെ? മുസ്ലിം സമൂഹത്തിൻ്റെ. അങ്ങനെ പിളർക്കാൻ ശ്രമിക്കുമ്പോൾ കൂട്ടത്തിൽ അതിനെ നീക്കിയിട്ട് കൊടുക്കാൻ നമ്മുടെ നടേശൻ സാറിനെ പോലെയുള്ള ആളുകൾ മുസ്ലിങ്ങളെ അല്ല, മറിച്ച് ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയുമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് രംഗത്തുണ്ട്. കൂടാതെ നമ്മുടെ CPIMൻ്റെയും ഇപ്പോഴത്തെ ക്യാമ്പയിൻ മുസ്ലിങ്ങളെ ഒട്ടും പറയുന്നില്ല, അവരെല്ലാവരെയും ഞങ്ങൾ സംരക്ഷിക്കുന്നു, പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയാണ് സംഗതി എന്നാണ് പറയുന്നത്. എന്നിട്ടോ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു, ആ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്ത് നല്ല കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഇവരോട് പറയുകയാണ്, ഇത്തവണ മൂന്നാം പിണറായി സർക്കാർ വന്നില്ലെങ്കിൽ മൊത്തം ലീഗ് അടിച്ചുകൊണ്ട് പോകും. എന്ന് വെച്ചാൽ ലീഗ് പണ്ടും ഉണ്ടായിരുന്നു, ലീഗ് അന്നും UDFൻ്റെ ഭാഗമായിരുന്നു, ലീഗിന് മന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷേ പുതിയൊരു നറേറ്റീവിൽ അങ്ങനെയാണ് പറയുന്നത്, പുതിയ കേരള സ്റ്റോറിയിലും അങ്ങനെയാണ്. പക്ഷേ ആ കേരള സ്റ്റോറിക്ക് ബദൽ കേരള സ്റ്റോറി ഉണ്ടാക്കി ഇപ്പോൾ അത് വളരെ വൈറലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേരള സ്റ്റോറി ഒന്ന് കാണണം. ഇത് എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുകയും വേണം. ഇതാണ് ആ കേരള സ്റ്റോറി. Stop the bullshit, you fools. Give me parota together with beef. Who is the director of this movie? Who is that fool? Hey, you fool director. This is not Kerala story. This is BJP fool story. Hey, dumbass director. Do you think that Kerala will fall in your fake propagandas? First, go and visit Kerala, you idiot. Then see your movie. You will throw it in the closet. Now let us eat some beef and parota. So yummy. Do you need some, director? അടിപൊളി മറുപടിയാണ്. കേരള സ്റ്റോറി എന്ന പേരിൽ ഉണ്ടാക്കിയതിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും കൂടി ശ്വാസം മുട്ടിച്ച് ഒരു കുട്ടിയെ അത് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് കൈ തട്ടി മാറ്റിയ ശേഷം ചിരിച്ചുകൊണ്ട് എന്തിനാണ് ഈ ബലം പ്രയോഗിക്കുന്നത്, എനിക്ക് പൊറോട്ടയും ബീഫും കൊണ്ടുവരൂ എന്ന് പറയുന്നു. എന്നിട്ട് കേരള സ്റ്റോറിയുടെ സംവിധായകനോട്, ഡോ ഇഡിയറ്റെ, ഇയാൾ കേരളത്തെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങളെടുത്ത് ദൂരേക്ക് കളഞ്ഞിട്ട് കേരളം സന്ദർശിക്കണം, എന്നിട്ട് അവിടെ പോയി പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കണം. അവിടെ പോയി കേരളത്തെ അറിയുമ്പോഴാണ് നിങ്ങൾ ഈ കേരള സ്റ്റോറി എടുത്ത് ക്ലോസറ്റിലിട്ട് വെള്ളം ഒഴിക്കുമെന്ന്. ഇത് കേരള സ്റ്റോറിയല്ല, ഇത് BJP ഫൂൾ സ്റ്റോറിയാണെന്നാണ് ഈ റീലിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് പൊറോട്ടയും ബീഫും കഴിക്കാം എന്ന് പറഞ്ഞ് പൊറോട്ടയും ബീഫും കഴിക്കുന്ന രംഗത്തോടുകൂടി ഇതിൻ്റെ ട്രെയിലർ അവസാനിക്കുന്നു. കേരളത്തിൻ്റെ കഥ പറയുന്നു എന്ന പേരിൽ രണ്ടാം കേരള സ്റ്റോറി ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതിന് അനുവാദം കൊടുത്തിരിക്കുക ആര്? സെൻസർ ബോർഡ്. എന്നിട്ട് വേണ്ടി വന്നാൽ അടുത്ത ദേശീയ അവാർഡിന് ഇതിൻ്റെ സംവിധായകനെയും നിർമ്മാതാവിനെയും കൂടി പരിഗണിക്കും. ഇത് നിർമ്മിക്കുന്നതിനാവശ്യമായ കാശും കൊടുക്കും. എന്നിട്ട് എന്താ ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കുന്ന വേറൊന്നുമല്ല, ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കണം, അവരെ വ്യത്യസ്ത ധ്രുവങ്ങളിലാക്കണം, വംശീയമായി പല തട്ടുകളിലാക്കണം. കേരളത്തെ പിടിക്കാൻ കഴിയുമെന്ന് അവർക്ക് വിശ്വാസം വരില്ല. പക്ഷേ ഇത് ചിലപ്പോൾ മറ്റു പല സ്ഥലത്തും ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിലോ എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. കേരളത്തിലെ ഒരു മതത്തിലും പെട്ടവരാരും പറയില്ല ഏതെങ്കിലും ഹിന്ദുവിനെ ബലമായി പിടിച്ച്
ബീഫ് കഴിപ്പിക്കും മുസ്ലിങ്ങളെന്ന്. മറിച്ച് അവർ പറയുന്നത് നല്ല മുസ്ലിങ്ങളുടെ കടയിലും കല്യാണത്തിനും ചെന്നാൽ നല്ല സുന്ദരമായ ബീഫ് കഴിക്കാം എന്നാണ്. അതുകൊണ്ട് ഇനി കേരള സ്റ്റോറിക്ക് ഒരുമിച്ചിരുന്ന് ബീഫ് കഴിച്ചുകൂടി വീഡിയോകളെടുത്ത് പുറത്തു വിടേണ്ടത് ആവശ്യമാണ്. നോക്കാം.